ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിൻ്റെ വചനം എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യം. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഒരു മനുഷ്യൻ്റെ താഴ്ചയും ഉയർച്ചയും 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവൻ്റെ താഴ്ച എന്നുള്ളത് പാപത്താൽ മരിക്കപ്പെട്ട അവസ്ഥയാണ്. അത് പൗലോസ് വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പാപം ചെയ്ത് ദൈവകോപത്തിന് അടിമകളായി ഈ ലോകത്തിൻ്റെ എല്ലാ മ്ലേച്ഛതകളും ചെയ്ത് ഏറ്റവും അധമ നിലവാരത്തിൽ പോയ ഒരു മനുഷ്യനെ ദൈവം ഉയർപ്പിക്കുകയാണ്. ക്രിസ്തുയേശുവിൽ ആയി കഴിയുമ്പോൾ ഉയർപ്പിച്ച് ഏറ്റവും ഉന്നത അവസ്ഥയിൽ അവനെ കൊണ്ടിരുത്തുകയാണ്. എന്നുവെച്ചാൽ സ്വർഗത്തിൽ, അതിനപ്പുറം ഒരു സ്ഥലമില്ല. എന്നുവെച്ചാൽ ഏറ്റവും ബോട്ടം ലെവലിൽ നിന്ന്, ഏറ്റവും താഴ്ചയിൽ നിന്ന്, സ്തോത്രം, ഒരുവൻ ക്രിസ്തുവിനെ അറിയുമ്പോൾ, ക്രിസ്തുവിലായിത്തീരുമ്പോൾ അവൻ ഏറ്റവും ഔന്നത്യത്തിലാണ് എത്തുന്നത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു മേഖല പൗലോസ് അവിടെ 1-ാം അധ്യായത്തിലൂടെ പറയുന്നതിലൂടെ നമുക്കൊന്ന് ചിന്തിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിക്കും. 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന്. അപ്പം ഒരു മനുഷ്യൻ കർത്താവിലേക്ക് വരുമ്പോൾ അവനെ ഔന്നത്യമായ സ്വർഗത്തിൽ അവനെ ഇരുത്തുന്നു. പിന്നെ സ്വർഗീയ അനുഗ്രഹത്താൽ അവൻ അനുഗ്രഹിക്കപ്പെടുക. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ സ്വർഗീയ അനുഗ്രഹത്താൽ എന്താണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും ഔന്നത്യത്തിൽ ഏറ്റവും ഉന്നതമായ അനുഗ്രഹം സ്വർഗീയ അനുഗ്രഹം. പ്രൈസ് ലോർഡ്. അപ്പം ഈ ലോകത്തിലെ ഏത് അനുഗ്രഹവും നൈമിഷികമാണ്, അത് വളരെ ചെറുതാണ് സ്വർഗീയ അനുഗ്രഹവുമായി കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ സ്വർഗത്തിലെ പിതാവ്, പ്രൈസ് ലോർഡ്, നമുക്ക് തരുന്നത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് പറയാനാണ് അതിനെ സ്വർഗീയ അനുഗ്രഹം എന്ന പദം കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ ഇടയ്ക്കിൽ പിശാച് വന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ, അത് യേശുവിൻ്റെ ഉപവാസത്തിന് ശേഷമായിട്ട് വന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. അതിലൊരു ചോദ്യം ഇങ്ങനെയാണ്: പ്രൈസ് ലോർഡ്, ലോകത്തിലെ സകല രാജ്യങ്ങളെയും അതിൻ്റെ മഹത്വം എല്ലാം യേശുവിനെ കാണിച്ചു. എന്നിട്ട് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു: നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകും എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്: നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഈ മഹത്വങ്ങളെല്ലാം യേശുവിനെ കാണിച്ചിട്ട് ഈ ലോകത്തിൻ്റെ എല്ലാ മഹത്വവും എല്ലാ രാജ്യത്തെയും കാണിച്ച് എല്ലാം നിനക്ക് തരാമെന്ന് പറയുമ്പം, എന്നാൽ അത് തന്നേര് എന്ന് പറയാതിരുന്നതിൻ്റെ കാരണം സ്വർഗീയ അനുഗ്രഹവുമായി ഈ ലോകത്തിലെ അനുഗ്രഹം തട്ടിച്ചു നോക്കുമ്പോൾ അതൊന്നുമല്ല എന്ന് കണ്ട യേശുവിന് പിശാചിൻ്റെ ആ പ്രലോഭനത്തിൽ ഹല്ലേലൂയ വീഴാൻ സാധ്യതയുണ്ടായില്ല. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിന്, പ്രൈസ് ലോർഡ്, യേശുവിന് സ്വർഗത്തിലെ അനുഗ്രഹം എന്താണെന്നും സ്വർഗത്തിലെ അനുഗ്രഹത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നും അറിയാം. അതുകൊണ്ട് പിശാചിൻ്റെ ആ പ്രലോഭനത്തെ അതിജീവിക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ദൈവമക്കളെ, സ്വർഗീയ അനുഗ്രഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ലോർഡ്, ഈ വാക്കുകളൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. ഈ ലോകത്തിലെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയുവാനിടയായിത്തീരും. നോക്കണം, സ്തോത്രം, ദാവീദ് ഒരിക്കൽ 18-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 33-ാമത്തെ വാക്യമാണ്: അവൻ എൻ്റെ കാലുകളെ മാൻപയുടെ കാലിന് തുല്യമാക്കി
എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. ഗിരികളിൽ, സ്തോത്രം. ഇത് തന്നെ നമുക്ക് ഹബക്കൂക്ക് പ്രവചനത്തിലും കാണുവാനായിട്ട് കഴിയുന്നു. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. അപ്പോൾ നോക്കണം, ഇവിടെ ഹബക്കൂക്ക് പറയുന്നു ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. സ്തോത്രം. ദാവീദ് പറയുന്നു, സ്തോത്രം, എന്നെ ഉന്നതങ്ങളിൽ എന്നെ നിർത്തുന്നു. അപ്പൊ ദൈവം തൻ്റെ മക്കളെ എപ്പോഴും ഔന്നത്യത്തിൽ നടത്തുവാൻ, ഔന്നത്യത്തിൽ നിർത്തുവാൻ ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതും, സ്തോത്രം, ഏറ്റവും ഉന്നതമായ അവസ്ഥയിലാണ്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചപ്പോൾ തന്നെ ഞാൻ ഈ വാക്ക് ഒന്നുകൂടെ ആ വാക്ക് ഒന്നുകൂടെ ആവർത്തിക്കുന്നു. സ്തോത്ര പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വാക്ക് പറവാണ്ടായി തീർന്നു. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഈ ലോകത്തിലെ നന്മ കൊടുക്കുമെന്നല്ല ഇവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ ഏറ്റവും ഉന്നതമേറിയതിനെ കൊടുക്കുന്നതിനെ കുറിച്ചാണ് ദൈവം പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഏറ്റവും വലുത്. അത് തരുവാൻ ഈ ലോകത്തിൽ ഒരപ്പനും കഴിയത്തില്ല. മുട്ടയും മീനും അപ്പവും ഒക്കെ ഈ ലോകത്തിലെ പിതാക്കന്മാർക്ക് തരാൻ കഴിയും. അവരോട് ചോദിച്ചാൽ അതൊക്കെ തരും. പക്ഷെ അതിൽ കൂടുതൽ അവർക്ക് പറ്റൂല. അവിടെ ലിമിറ്റ് അവിടെ വരെയുള്ളൂ. എന്നാൽ സ്വർഗത്തിലെ പിതാവ് തരുന്നത് പരിശുദ്ധാത്മാവിനെ എന്ന് വെച്ചാൽ അത് സ്വർഗത്തിലെ പിതാവിന് മാത്രമേ തരുവാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, സ്തോത്രം, എൻ്റെ ചിന്താ വിരാമം കുറിക്കുവാൻ വളരെ വേഗം ഞാൻ ബന്ധപ്പെടുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്ന ദൈവ മക്കളെ, സ്തോത്രം, സ്വർഗീയ അനുഗ്രഹത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്, സ്തോത്രം, ഹല്ലേലൂയ, പല പദങ്ങളും, സ്തോത്രം, ദൈവവചനത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് നമ്മോട് പല ശിഷ്യന്മാരോട് പറഞ്ഞൊരു പദമുണ്ട്. സ്തോത്രം, ഈ ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, ഞാൻ തരുന്ന സമാധാനം എന്നുള്ളത് ലോകത്തിന് തരാൻ കഴിയുകയില്ല. സമാധാനം, അപ്പോൾ ദൈവിക സമാധാനം എന്നുള്ളത് സ്വർഗീയ സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം തരുന്നത് ഹല്ലേലൂയ നിത്യജീവന. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന് ചിലപ്പോൾ തരാൻ പറ്റുന്ന ജീവൻ എന്ന് പറഞ്ഞാൽ അല്പം ഒരു ദിവസത്തെ ജീവൻ എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ കൂടെ ചിലപ്പോൾ ഒരായുസ് കൂട്ടിത്തരാനായിട്ട് പറ്റും. നമ്മുടെ ആഹാരം കൊണ്ടോ നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും ഉള്ള വൈറ്റമിൻ കൊണ്ടോ ഒക്കെ ഒരു ദിവസം 2 ദിവസമൊക്കെ അല്ലെ ചില നാളുകൾ. പക്ഷേ ദൈവത്തിന് തരുവാൻ കഴിയുന്നത് അനന്തമായ നിത്യജീവന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം തരുന്നതിൻ്റെ ഒക്കെ ആ പിന്നിൽ നിത്യം എന്നുള്ളൊരു പദം കിടപ്പുണ്ട്. ലോകത്തിൻ്റെതെല്ലാം താൽക്കാലികവും കൂടെ. ഞാനിവിടെ നിർത്തുവാൻ വേണ്ടി പോകും ദൈവമക്കളെ. അതുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് ഔന്നത്യത്തിൽ, ഉന്നതമായ നിലവാരത്തിൽ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മളത് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഔന്നത്യത്തിൽ ഇത് സ്വർഗത്തിലിരുത്തി സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്താൽ നമ്മളെ നിറച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും ഈ പകൽക്കാലം എനിക്ക് മതിയാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ലോകം തരുന്ന സന്തോഷം, ലോകം തരുന്ന സമാധാനം, ലോകം തരുന്നതിനൊക്കെ താൽക്കാലികമാണ്. അത് ഇന്ന് കഴിയുമ്പോൾ, ഒരല്പസമയം കഴിയുമ്പോൾ അത് മാറും. എന്നാൽ കർത്താവ് തരുന്നത് നിത്യവും നിലനിൽക്കുന്നതുമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് ഒരുക്കപ്പെടാം, അതിനുവേണ്ടി വാഞ്ചിക്കാം. നമ്മുടെ പിതാവ് തരുന്നത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ്. ആ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി, സ്തോത്രം, നമുക്ക് വാഞ്ചിക്കാം. അതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അനേകരെ അങ്ങയുടെ കൃപ, അങ്ങയുടെ വാത്സല്യം, അങ്ങയുടെ കരുണ കാണിക്കുവാൻ ഞങ്ങളെ അങ്ങ് പാപത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തി സ്വർഗീയ അനുഗ്രഹത്താൽ നിറച്ച് ഈ ഭൂമിയിൽ ഞങ്ങളെ ഉന്നതങ്ങളിൽ നടത്തുന്ന എല്ലാ അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളോടുള്ള അവിടുത്തെ ചിന്ത എപ്പോഴും ഉന്നതങ്ങളിലാണ്. പൗലോസ് പറയുന്നത് പോലെ കർത്താവേ, അത് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവ്, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്ക് ആഴ്ച ക്രിസ്തുവേശം തന്നെയുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിനം
ദൈവജനത്തിലൂടെ ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.